പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രതിഷേധം തന്നെയാണ്, വളരെ പ്രതിഷേധമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകൊണ്ടിവിടെ ഇത്രയും വളരെ ഒരു ക്രൂരത കാണിച്ച ആളിനോട് നാട്ടുകാരെന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും 2 ദിവസം കൊണ്ട് വളരെയധികം കടിച്ചമർത്തി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം വെളിയിൽ വന്നപ്പോഴാണ് നമ്മൾ അത്രത്തോളം മനസ്സിൽ, നമ്മളെ വീട്ടിലും കുട്ടികളുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വേദനയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ഒരാളല്ല ഇത്, വെളിയിൽ വന്ന് താമസിക്കുന്ന ആളാണ്. അവന് ഈ നാടുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ നമ്മളിത് അറിഞ്ഞപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റിയില്ല. ആ ഒരു പ്രതിഷേധമാണ് ഈ കണ്ടത്. അല്ലാതെ അവനെ ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയത്. ഒരു കുട്ടിയോട് ആരും ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് അല്ലേ എല്ലാവരും പറയുന്നത്. 1.5 വയസ്സായ കുട്ടിക്ക് എന്താണ് അറിയാവുന്നുള്ളത്? വെറും 1.5 വയസ്സാണ് കുട്ടിക്ക് ആവുന്നത്. എന്താണ് അറിയാൻ പറ്റുന്നത്? 1.5 വയസ്സാണ്. അവന് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു കുഞ്ഞിൻ്റെ കൂടെ ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല ഒരു മനുഷ്യൻ. ഇവിടെ ആളെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഈ ആള് ഇതുമായി സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പലരും പറയുന്നത് അങ്ങനെ സംസാരിക്കാറേ ഇല്ലായിരുന്നു. ഇല്ല, നമ്മൾ ഇപ്പം എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്, ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ അപ്പുറത്താണ്. അപ്പം നമ്മൾ പോകുമ്പോൾ പുള്ളിയുടെ ഈ റോഡിലൊക്കെ നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷമാണ്, ഈ കാര്യം അറിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാന്നുള്ളത്. അവൻ പക്ക ഫ്രോഡാണ് എന്നാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. പിന്നെ അവൻ്റെ കുഞ്ഞല്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ 2 ദിവസം കൊണ്ടാണ് നമുക്ക് നാട്ടുകാരൊക്കെ എന്നുള്ള നിലയിൽ നമുക്ക് അറിവായത്. ശരി, വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പോലീസ് വളരെ പ്രയാസപ്പെട്ടു എന്നുള്ളതാണ്. ഈ റോഡിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി ഒരു വലിയ ഇറക്കം ഇറങ്ങിയാണ് പോകേണ്ടത്. അത് 2 സൈഡിലും പോലീസ് കവർ ചെയ്തിരുന്നു. പക്ഷേ ഈ ഇരുവശങ്ങളിൽ നിന്ന് ആളുകൾ പോലീസിനെ മറികടന്നുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത്. വാഹനത്തിൽ നിന്ന് ഇറക്കി ഉടനെ താഴത്തോട്ട് ഇറക്കുന്നതിന് ആദ്യ തവണ ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, മുഖത്തടിക്കുന്നു. പിന്നീട് പോലീസ് റൗണ്ട് ചെയ്യുകയും അഷ്കറിനെ താഴത്തോട്ട് കൊണ്ടുപോവുകയാണ്. തെളിവെടുപ്പ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് വീണ്ടും ആളുകൾ കൂടുന്നത്. ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ുള്ളതുകൊണ്ട് തന്നെ പോലീസും മുകളിലോട്ട് കയറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ പോലീസുകാർ മടങ്ങിയെങ്കിലും നാട്ടുകാർ ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു വൈകാരികമായ ഒരു പ്രതികരണം തന്നെയാണുള്ളത്. നമുക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ അയാളോട് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യണം, ഇത് ഇത്രയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇയാളെ കൊണ്ടുവന്നതിന് ശേഷം നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ പോലീസുകാർ തമ്മിലുള്ള ചെറിയ വാക്കേറ്റത്തിലേക്ക് പോവുകയും ചെയ്തു. പോലീസുകാർ കൊണ്ടുവന്ന സമയത്ത് നിങ്ങളാരും തടയരുത് എന്നുള്ള പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നേരെയല്ല തിരിയേണ്ടത്, അഷ്കറിനെ നോക്കൂ, അഷ്കറിന് നേരെ തിരിയൂ എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഈ തെളിവെടുപ്പ് ഇവിടുത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി മറ്റിടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും. 2 പേർക്കുമെതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. രോഷാകുലരായ നാട്ടുകാർക്കിടയിൽ നിന്ന് ഒരു വിധത്തിലാണ് അഷ്കറിനെയും കൊണ്ട് പോലീസ് മടങ്ങിയത്. എന്തായാലും അഷ്കറിനെതിരെയുള്ള വലിയ ആക്രോശവും കയ്യേറ്റ ശ്രമവും അവിടെ ഉണ്ടായി. പോലീസ് വലിയ രീതിയിൽ പണിപ്പെട്ടാണ് സ്പോട്ട് ക്ലിയർ ചെയ്തത് എന്നതുകൂടി ആ ദൃശ്യങ്ങൾ കാണാം.